ഹലോ നമസ്കാരം. നമ്മൾ പിടിച്ച മീൻ കണ്ടോ, അയില ഒരു 7 എണ്ണം കിട്ടിയിട്ടുണ്ടേ. ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി പോവാണേ. ഇത് കണ്ടോ, നല്ല ഫ്രഷ് അയിലയല്ലേ, നല്ല വടി പോലെ നിൽക്കുന്നുണ്ടോ, കണ്ടോ. ഇതിനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ അയില നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് തലയൊന്നും കളഞ്ഞിട്ടില്ല, വയറിനകത്തെ സാധനം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മളൊന്ന് പൊളന്നിട്ട് നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഇതല്ലേ, ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ബാർബിക്യൂ ചെയ്തെടുക്കാൻ പോകണേ. ഓക്കെ, ഇങ്ങനെ പൊളന്നത് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മുടെ ഇതില്ലേ ഗ്രില്ലിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നു, ഇത് ബാർബിക്യൂ ചേർക്കുന്നു. ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുന്നു, പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. അതിന് ലാസ്റ്റ് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ, എന്തെങ്കിലും ഒരു സാധനം. ഓക്കെ ചേട്ടാ, അപ്പം നമ്മൾ വെട്ടി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടാൻ പോകുന്ന കാര്യം സോൾട്ട്. കണ്ടോ, സോൾട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു, പ്ലെൻറ്റി ഓഫ് സോൾട്ട്. ചേട്ടനാണ് ടെൻഷൻ അടിച്ചിട്ട്. പിന്നെ നമ്മുടെ പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചാൽ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുവാണേ. ഇത് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ, ഇത്രയും സാധനമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കുന്നു. ലാസ്റ്റ് നമുക്കൊരു ഇടിവിട്ട റേറ്റ് ഉണ്ട്, അത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ബാർബിക്യൂവിൻ്റെ ചാർക്കോൾ കെറ്റിലിൽ ആക്കി എടുത്തിട്ടുണ്ടേ. ഇത് നമ്മൾ ഇനിയും നമ്മുടെ ബാർബിക്യൂവിൻ്റെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ അയല വേണ്ടേ ബാർബിക്യൂ ചെയ്ത് പതിയെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അത് സോൾട്ടും പെപ്പറും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളേ. കുക്കായി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ബട്ടറും കുറച്ച് ഇന്ത്യൻ മസാല എല്ലാം മിക്സ് ചെയ്യാവേ. ഇതിപ്പോൾ നമ്മൾ അയല വെച്ചല്ല, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കനും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ. കാര്യം കുറച്ച് മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം വെച്ച ചിക്കനാണ്, അപ്പോൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം. തൈസാണേ, ചിക്കൻ്റെ തൈസ്. ഇതുണ്ടോ നമ്മുടെ ബാർബിക്യൂ ഉണ്ടോ, ഞാൻ ടെമ്പറേച്ചർ കാണിച്ചിടാവേ. ഇതുണ്ട്, ഏകദേശം ഒരു 180 ഡിഗ്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, നല്ല ചൂടുണ്ട്. അപ്പം ഫിഷ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അധികം സമയം വേണ്ട. ഇത് കണ്ടോണേ, ഇതിൻ്റെ സ്കിൻ സൈഡ് ഇപ്പോൾ ഏകദേശം ഒരു നല്ല ഗ്രില്ലായിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഇതുണ്ടോ. കൂടുതൽ ഇതിനെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇതാ, പിന്നെ നമുക്ക് പതിയെ തിരിച്ചു വെക്കാവേ. ഒരു സൈഡ് ആ സൈഡോട് തിരിച്ച് വെച്ചിട്ട് നമുക്കൊരു ബട്ടറും മറ്റേ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ ഒരു ഫിഷ് മസാല ഞാൻ ബട്ടറിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. അത് വലിയ ഫ്ലേവർ അല്ല, ഒരു മൈൽഡ് ഫ്ലേവർ. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഫിഷിൻ്റെ ആ ടേസ്റ്റും കിട്ടും, പിന്നെ നമ്മുടെ ആ മസാലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഒന്നിച്ച് വരുമ്പോഴേക്കും നല്ല സൂപ്പറായിരിക്കും. നിങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഞാനിന്നും വീഡിയോ ചേർക്കാൻ്റെ ഫോൺ കാണിക്കുന്നത്. ഭയങ്കരപ്പാ, അതെല്ലാത്തും ഇല്ല, ഡോണ്ട് വറി. ഒത്തിരി ആയി പോയെന്നോ? ചേട്ടൻ കൂടെ വീണതായിരിക്കും, ചേട്ടൻ ഹതഭാഗ്യനാണ് കണ്ടോ. ഓ, ഇത് കണ്ടോ, നമ്മുടെ ഫിഷ് നല്ല റെഡി ആയിട്ട് വന്നേക്കുന്നുണ്ടോ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ആ ബബിൾസും ആ ബട്ടറിൻ്റെ ആ ഇതും നമ്മുടെ ആ കേരള ഫിഷ് മസാലയുടെ ആ ഒരു ഇതെല്ലാം വന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണേ. ചേട്ടാ, അപ്പം നമ്മുടെ ഇത് വന്ന് പതുക്കെ എടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നമ്മളതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോകണേ. എനിക്ക് കഴിക്കാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു ക്രേവിങ് കഴിക്കാൻ വേണ്ടി. അതെ, ഒരു നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് കഴിച്ചു നോക്കാൻ വേണ്ടി പോകണേ. പതിയെ ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഓ, ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയാണ്. ഈ നാരങ്ങയുടെ പകുതി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നേ. ചില ഉപ്പൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ല ഉപ്പും വരുന്നുണ്ട്. മൈ ടെസ്റ്റർ ഈഡൻ കമൺ. എന്താ, ഇന്ന് എനിക്ക് വേറൊരു സ്പെഷ്യൽ ടെസ്റ്ററെ കൂടെ കിട്ടിയിട്ടുണ്ട്, ജുവല്. വാ വാടി, കഴിച്ചു നോക്ക്. എന്താ വാടാ, ഇത് പിടി കൈയിലെടുത്ത് പിടിച്ചോ, കഴിച്ചോ.
ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, സമാധാനമായി. അപ്പം തന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഐ കാൺ വെയിറ്റിംഗ്. എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അടിപൊളി. ഓക്കെ, സൂപ്പറാണ് ഇത്. കഴിച്ചു നോക്കാം, അടിപൊളിയാണ്. കഴിച്ചു നോക്കിയാൽ പപ്പയോട് പറഞ്ഞേ കഴിച്ചോട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ.